അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു അബസ 38-39 സൂക്തങ്ങൾ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. വുജൂഹു യൗമ ഇദിൻ മുസ്ഫിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നങ്ങളായിരിക്കും. ലാഹിക്കത്തും മുസ്തബ്ഷിറ, ചിരിക്കുന്നവയും സന്തോഷിക്കുന്നവയുമായിരിക്കും. വുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമ ഇദിൻ, അന്ന്, മുസ്ഫിറ, പ്രസന്നങ്ങളാണ്, ലാഹിക്കത്തുൻ, ചിരിക്കുന്നവയാണ്, മുസ്തബ്ഷിറ, സന്തോഷിക്കുന്നവയാണ്. അന്ത്യനാളിൽ സത്യവിശ്വാസികൾ എவ்விധമായിരിക്കും ഉണ്ടാവുക, അവരുടെ മുഖങ്ങളുടെ സവിശേഷത എന്ത് എന്നാണ് ഈ രണ്ട് സൂക്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. മുഖത്തുള്ള ഭാവം നോക്കി ഉള്ളിലുള്ളത് എന്താണ് എന്ന്, ആന്തരിക ഭാവം എന്താണ് എന്ന് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസികളുടെ മുഖം കാണുമ്പോൾ അങ്ങേയറ്റം ആനന്ദമാണ്, സന്തോഷമാണ്, പ്രതീക്ഷയാണ് അവരുടെ ഉള്ളിലുള്ളത് എന്ന് ആ മുഖങ്ങൾ വിളിച്ചോതുന്നുണ്ട്. കാരണം ആ മുഖങ്ങൾ മുസ്ഫിറ, പ്രകാശിക്കുന്ന മുഖങ്ങളാണ്. വിശുദ്ധ ഖുർആൻ വിവിധ ഇടങ്ങളിലായി സ്വർഗാവകാശികളാകുന്ന സത്യവിശ്വാസികളുടെ മുഖങ്ങളുടെ സവിശേഷതകൾ വിവരിച്ചിട്ടുണ്ട്. വുജൂഹു യൗമഇദിൻ നാഇമ, വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹ നാളിറ, തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തൻ നഈം. ഇങ്ങനെ തുടങ്ങി ധാരാളം ആയത്തുകൾ. വിശ്വാസികളുടെ മുഖങ്ങളിൽ അന്ന് അനുഗ്രഹം കളിയാടുന്നുണ്ടാകും. വിശ്വാസികളുടെ മുഖങ്ങളിൽ അന്ന് സന്തോഷം കൊണ്ട് വല്ലാത്തൊരു ശോഭയും പ്രകാശവും നിറഞ്ഞിട്ടുണ്ടാകും. ഇതെല്ലാം വിശ്വാസികൾക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. ലാഹിക്കത്തും മുസ്തബ്ഷിറ, അവർ പുഞ്ചിരിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ്. ആ മുഖത്തിൽ സദാ ചിരിയാണ്, ആ മുഖത്തിൽ സദാ സന്തോഷം തത്തിക്കളിക്കുകയാണ്. കാരണം ഭൂമിയിൽ വെച്ച് ഇങ്ങനെയൊരു ലോകത്തിന് വേണ്ടി തയ്യാറായി അതിൽ വിജയിക്കാൻ ശ്രമിച്ചവരാണ് അവർ എന്നതാണ്. അവരുടെ കർമ്മപുസ്തകങ്ങൾ അവർക്ക് ലഭിക്കുന്ന സമയത്ത് വലതു കൈ നീട്ടി വളരെ സന്തോഷത്തോടെയാണ് വാങ്ങുക. കാരണം അവർക്കറിയാം തങ്ങൾ വിജയിക്കാൻ പോകുന്നവരാണ് എന്ന്. അതിനാൽ തന്നെ അവർ ഹാ ഉഖ്റഉ കിതാബിയ, ഈ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരിലേക്കും ചെല്ലുകയാണ്. ഈ സന്തോഷം ചില മുഖങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുക. ആ മുഖങ്ങളുടെ സവിശേഷതകൾ, ആ മുഖങ്ങൾ റബ്ബിൻ്റെ മുന്നിൽ കുമ്പിട്ട മുഖങ്ങളാണ്. അവന് വേണ്ടി കണ്ണീർ വാർത്തതിൻ്റെ ഒരുപാട് കണക്കുകൾ പറയുന്ന മുഖങ്ങളാണ്. അവർക്ക് സന്തോഷമാണ്, സമാധാനമാണ്, പുഞ്ചിരിയാണ്, ആശ്വാസമാണ്, വിജയമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. പാരായണം ചെയ്യുമ്പോൾ 3 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഹ, ഹ, ذال ذال ضاد ضاد. വുജൂഹു യൗമഇദിൻ, യൗമഇദിൻ മുസ്ഫിറ, ലാഹിക്കത്തും മുസ്തബ്ഷിറ. തൻവീനുകൾക്ക് ശേഷം ഒരിടത്ത് യാ, രണ്ടിടത്ത് മീം വന്നിരിക്കുന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം യാ, നൂന്, മീം, വാവ് എന്നീ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ അവിടെ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം. ഇദ്ഗാം ബിഗുന്ന എന്നാണ് ഈ നിയമത്തിൻ്റെ പേര്. വുജൂഹു യൗമഇദിൻ മുസ്ഫിറ, വുജൂഹു യൗമഇദിൻ മുസ്ഫിറ, ളാഹികത്തും മുസ്തബ്ഷിറ, ളാഹികത്തും മുസ്തബ്ഷിറ. പ്രശോഭിത മുഖവുമായി അള്ളാഹുവെ കണ്ടുമുട്ടാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.